എൻ്റെ പേര് രാമകൃഷ്ണൻ നമ്പ്രാന്തിരി. കോട്ടയിൽ ഭഗവതി ക്ഷേത്രം മേൽശാന്തി, പാരമ്പര്യ മേൽശാന്തിയാണ്. നമ്മുടെ മനുകുന്ന് മഹർഷി തപസ് ചെയ്ത് പ്രതിഷ്ഠിക്കപ്പെട്ട മഹാവിഷ്ണു പണ്ടുകാലത്ത് കോട്ടയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നിത്യശാന്തിക്കായി ശാന്തിക്കാരൻ ഇവിടുന്ന് മല കയറുകയും ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവിടെ താമസിച്ച് പൂജ കഴിഞ്ഞ് മടങ്ങി വരാറാണ് പതിവുള്ളത്. അങ്ങനെ ഒരു ദിവസം ഈ ക്ഷീണിതനായി പൂജാരി അവിടെ എത്തുന്ന സമയത്ത് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ പൂജിക്കുന്നത് കാണുകയും അവിടെ നിന്ന് കിട്ടിയ പ്രസാദമായി മുല്ലത്തറ ശ്രീ ഭഗവതി ക്ഷേത്ര സമീപത്ത് വിശ്രമിച്ച് എഴുന്നേറ്റപ്പോൾ അശരീരി ഉണ്ടായി. ഇനി വർഷത്തിൽ മീനമാസത്തിലെ ഉത്തര നക്ഷത്രത്തിൽ നിങ്ങൾ മനുകുന്ന് മലയിൽ ഭക്തജന സഹിതം വരികയും 365 ദിവസത്തെ പൂജ ഒരു ദിവസം കഴിക്കുമെന്ന അരുളിപ്പാടുണ്ടായി. അങ്ങനെയാണ് നമ്മൾ മീനമാസത്തിലെ ഉത്തര നക്ഷത്രത്തിൽ മനുകുന്ന് മല കയറുകയും 10,000-കണക്കിന് ജാതിപത ഭേദമന്യേ മനുകുന്നപ്പനെ ദർശിക്കാനായി വിവിധ ദേശങ്ങളിൽ നിന്ന് മനുകുന്നപ്പന് കഠിനമായ കടും കുത്തന ചെങ്കുത്തായ പർവ്വതങ്ങൾ രണ്ടു വശത്തുമുണ്ട്. ഇവിടുന്ന് കയറി ചെല്ലുക ദുഷ്കരമാണ്. 2-2.5 മണിക്കൂർ വേണം. എന്നാലും പ്രായഭേദമന്യേ 10,000-കണക്കിന് ആൾക്കാർ മല കയറുകയാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ മനുകുന്നപ്പനെ സംബന്ധിച്ചോളം മനുകുന്നപ്പൻ അഭിഷേകപ്രിയനാണ്. കാരണം എന്ന് വെച്ചാൽ അലങ്കാരപ്രിയനാണ് മഹാവിഷ്ണു സാധാരണഗതിയിൽ. പക്ഷേ പാല്, തേന്, തൈര്, അഭിഷേകങ്ങൾ, ഇളനീര് ഇത്യാദി മുതലായ കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും അഭിഷേകങ്ങൾ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളെ പ്രതിമ ഒപ്പിക്കുന്നൊരു ചടങ്ങുകളുണ്ട്. വിവിധ ദോഷങ്ങൾക്ക് പരിഹാരമായി അവിടെ കൈ, കാല്, കുടലാമ, പിന്നെ കുട്ടികൾ, പശുവും കുട്ടിയും കട്ടിലും തൊട്ടിലും അങ്ങനെ വിവിധ പ്രതിമ ഒപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടി മനുകുന്നപ്പൻ്റെ സന്നിധിയിൽ നടക്കാറുണ്ട്. ഇതാണ് വിശേഷമായി പറയാനുള്ളത്. പിന്നെ അവിടെ ഇഞ്ചിൻ്റെ എന്നാ പ്രാധാന്യമുണ്ട്. ഇഞ്ചി അത് ഒരു പിന്നെ നമ്മളെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയിഞ്ചി എന്ന് പറയും. അത് ആ സമയത്ത് മാത്രമേ നമുക്കവിടെ കിട്ടും. കസ്തൂരി മഞ്ഞൾ എന്നും പറയുന്ന കേൾക്കാം. അത് എടുത്ത് വർഷത്തിൽ അതൊരു ചെരുവ് ഉള്ള സ്ഥലത്താണ്. മണിക്കുന്നപ്പൻ്റെ ഏകദേശം ഒരു 500 മീറ്റർ മാറിയിട്ടാണ് അവിടെ കിട്ടുന്നത്. അത് എത്ര പറിച്ചാലും വീണ്ടും അടുത്ത വർഷമാകുമ്പോൾ അത്രയും കൂടുതൽ അവിടെ കാണാറാണ് പതിവുള്ളത്. തീർത്ഥത്തിൻ്റെ ആ പൂജാ സമയത്ത് മാത്രം മീനങ്കാലിലെ ഉത്തര നക്ഷത്രത്തിലാണ് ആ തീർത്ഥം ഉത്ഭവിക്കുന്നത്. അവിടെ തീർത്ഥം ഉള്ള സമയത്ത് തൃക്കൈവറ്റ ശിവക്ഷേത്രത്തിൽ ആ കുളത്തിൽ തീർത്ഥം ഉണ്ടാവാറില്ല എന്നാണ് മതി. എത്ര കഠിനമായ വേനലിലും ആ മണികുന്നപ്പനെ അഭിഷേകത്തിനുള്ള തീർത്ഥം ആ തീർത്ഥപ്പാറയിൽ നിന്ന് ഉത്ഭവിക്കുകയും ആ പൂജാരി ആ തീർത്ഥം ശംഖു പുരാണത്തോടു കൂടി തന്നെ പോയി അവിടെ തീർത്ഥം എടുക്കുകയും അഭിഷേകം ചെയ്യാറാണ് പതിവുള്ളത്. പിന്നെ ഇവിടുന്ന് കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഭദ്രകാളി, ശിവൻ, പിന്നെ ശ്രീരാമൻ, വേട്ടക്കരുവൻ, പാർവതി ഇത്രയും ദേവതകളെയാണ് നമ്മൾ ഇവിടുന്ന് എഴുന്നള്ളിക്കാറുള്ളത്. കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മേപ്പാടി റൂട്ട് പുത്തൂർവേൽ പോലീസ് ക്യാമ്പിന് സമീപമായി കോട്ടയിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മനുമഹർഷി തപസ് ചെയ്ത് പ്രതിഷ്ഠിക്കപ്പെട്ട മഹാവിഷ്ണു വർഷത്തിൽ മീനമാസത്തിലെ ഉത്തരം നക്ഷത്രത്തിൽ മാത്രം പൂജ നടക്കുന്ന ഏക ക്ഷേത്രം. 18 ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമായ ശ്രീ കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഞാൻ. 30 വർഷമായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. അച്ഛൻ ഒരു 50 വർഷം സേവനമനുഷ്ഠിച്ചു. പാരമ്പര്യ മേൽശാന്തിയാണ്. രാവിലെ ഒരു 7:30 നട തുറക്കും. 11 മണി 11:30 ആകുമ്പോൾ അടയ്ക്കും. മീനമാസത്തിൽ ഉത്തര നക്ഷത്രത്തിലാണ് മല കയറുക. അത്തത്തിനാണ് ഇവിടെ ചുറ്റുവിളക്ക്. പ്രധാനപ്പെട്ട ദിവസങ്ങൾ പിന്നെ കുംഭത്തിലെ കാർത്തിക മുല്ലത്തറ ശ്രീ വനദുർഗ പാർവതി ദേവിയുടെ സമീപത്ത് ഭദ്രകാളിക്ക് കുരിശ് നടത്തുന്നുണ്ട്. പിന്നെ ഇടവത്തിലെ മകീര നക്ഷത്രത്താണ് നമ്മളെ പ്രതിഷ്ഠാദിനം. ഇതാണ് ഏറ്റവും പ്രധാനമായി. പിന്നെ ദേവിക്ക് കടുംപായസം, രക്തപുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഇങ്ങനെ പ്രധാന വഴിപാട് ചെയ്യാറുണ്ട്. ഒരുപാട് ഭക്തന്മാർക്ക് ദേവി ഏത് സമയവും അനുഗ്രഹ വർഷം ചെയ്യുന്ന ഒരു ദേവിയാണ്. ഭദ്രകാളിയാണ് മെയിൻ പ്രതിഷ്ഠ. ഉപദേവസ്ഥാനത്ത് അയ്യപ്പൻ, ഗണപതി, വേട്ടക്കരുവൻ, ശ്രീരാമൻ, മഹാലക്ഷ്മി, പാർവതി, വനദുർഗ,
ഗുളികൻ, ഇത്രയും ദേവതകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ ഈ 2 മലയുടെ താഴ്വാരങ്ങളിൽ 2 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഒരുപാട് ഭക്തജനങ്ങൾക്കും അതേമാതിരി ഗ്രാമവാസികൾക്കും ഈ മണിക്കുന്ന് മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തീർത്ഥം ഒരുപാട് ജനങ്ങൾ പിന്നെ ദിവസവും അവർ ഈ അവിടുന്ന് ഇറങ്ങി ഇവിടെ ചിറയിൽ പൊന്തി അത് ഒരുപാട് ജനങ്ങൾ പൈപ്പിട്ട് കുടിവെള്ളമായി ഉപയോഗിക്കുന്നു. അത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ വിവിധ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് നമ്മൾ കോട്ടയിൽ ഭൗതി ക്ഷേത്രത്തിൽ ഒരുപാട് ഗോത്ര സംസ്കൃതി ഉറങ്ങുന്നൊരു സ്ഥലമാണ്. വിവിധ ഗോത്രവർഗ്ഗങ്ങൾ കൂട്ടി ഒരുമിച്ച് എല്ലാവരും ചേർന്നാണ് ഈ ഉത്സവം ആഘോഷിക്കാറുള്ളത്. മലകയറ്റത്തിന് മുന്നോടിയായി ഒരു 7 ദിവസം മുമ്പ് മുഹൂർത്തക്കൊല, ഒരു പ്രത്യേക സ്ഥാനികർ സമുദായക്കാരാണ് മുഹൂർത്തക്കൊല കൊത്തുക. അവരാണ് ഈ നമ്മുടെ വാളെഴുന്നള്ളിക്കുന്നതിന് മുമ്പായി മുഹൂർത്തക്കൊല, വണ്ണാരം, അവിടേക്കുള്ള പൂജാ സാമഗ്രികളുമായിട്ട് ഇവിടുന്ന് മല കയറാറ്. പുനരുദ്ധാരണത്തിന് വേണ്ടി ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് നിലവിൽ ഞാനാണ്, ഗോകുൽദാസ് കോട്ടയിൽ. എൻ്റെ ഫോൺ നമ്പർ 9447263292. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയം വിളിച്ചാലും നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ മലബാർ ദേവസ്വം ബോർഡിന്റെ ശ്രീ ജിതേഷ് കെ ആണ്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9447 9447348094. അതെ, സെക്രട്ടറി ശ്രീ പ്രവീൺ ജി ആണ്. അദ്ദേഹത്തിന്റെ നമ്പർ 8921979442. നമ്പർ അല്ലേ. ട്രഷറർ ശ്രീ ജനാർദ്ദൻ കെ സി ആണ്. 9847100028. ഈ നമ്പറുകളാണ്. ഈ സാമ്പത്തികമായിട്ടൊക്കെ എന്തെങ്കിലും സഹായിക്കുന്ന ആളുകൾ ഞങ്ങളെ ട്രഷറർ നമ്പറിലേക്ക് അദ്ദേഹത്തിന്റെ വിളിച്ചിട്ട് വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ എന്നാ സംഗതിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാം. നിങ്ങൾ ക്ഷേത്ര വഴിപാടിനാണെങ്കിൽ എന്താ ചെയ്യാ, ഏത് നമ്പറിലാണ്? ക്ഷേത്ര വഴിപാടിനാണെങ്കിൽ ഞങ്ങളെ ആരെ വിളിച്ചാലും ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതെ, ഇപ്പം ഗൾഫ് രാജ്യത്തുനിന്നായാലും എവിടുന്നാണെങ്കിലും നിങ്ങൾ അത് വിളിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും. കാരണം മറ്റുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് അല്ലേ. ഇപ്പം നിങ്ങൾ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നമ്മൾ പുനർനിർമ്മാണത്തിന് വേണ്ടി ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം അതിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ഒന്ന് ബന്ധപ്പെടുക. അതിലെ നമ്പർ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. സഹായിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് 1 രൂപയെങ്കിൽ 1 രൂപ നമ്മൾ ഇത്ര തന്നെ വേണമെന്ന് നമ്മൾ ആരും പറഞ്ഞില്ല. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന നിങ്ങളെ കുടുംബത്തിന്റെ പേരിൽ 1 രൂപയെങ്കിൽ 1 രൂപ ദേവികയുടെ നിലയിൽ എത്തിക്കുക. അത്രയും വലിയ 18 നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ എന്തെങ്കിലും ഇടപെട്ട് സഹായിക്കാൻ ഇന്ന കാര്യം ഞാൻ ചെയ്യാം എന്ന് പറയുന്നത് ഞങ്ങൾ അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നു. പ്രശ്നം കഴിഞ്ഞു. ഇനി അതിന്റെ ബ്ലൂ പ്രിന്റും മറ്റ് ഈ തച്ചുശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവന്നു അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൂർണ്ണമായ തോതിലേക്ക് ഉത്സവം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുകയുള്ളൂ. ആ സമയത്ത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞോളൂ. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ദേവി ഇവിടെ നിന്ന് നമുക്ക് തോന്നിപ്പിച്ചതും പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഞാൻ്റെ വേക്കല് നിങ്ങൾ അങ്ങനത്തൊന്നും വേണ്ട. നിങ്ങൾക്ക് പറ്റുന്ന കാര്യം ഒരു കല്ലെടുത്ത് അപ്പുറം വെക്കാനെങ്കിൽ അത് നിങ്ങൾ പരസ്യമായി ചെയ്യണം. അത് നിങ്ങൾ ചെയ്യുന്ന ദേവിക്ക് നമുക്കാർക്കും പറ്റില്ല, കമ്മിറ്റിക്കാർക്കും അല്ല അല്ലേ. നിങ്ങൾ ചെയ്യുന്നത് ദേവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുന്നത് ആത്മാർത്ഥമായി ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ അതിന്റെ ഒരു ചൈതന്യം ഉണ്ടാവും. നിങ്ങൾ ഈ ക്ഷേത്രനടയിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അമ്മ എന്നോട് പറഞ്ഞു വെച്ചാല് നിന്റെ ഇതൊന്നും അണക്കാവശ്യമില്ല. നീ മനസ്സുരിക്കാൻ്റെ മുന്നിൽ വന്നിട്ട് അമ്മേന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരിക. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ തോന്നും. മണിക്കുന്ന് മലയിൽ ഒരിക്കൽ കയറിയാൽ അവർക്ക് വീണ്ടും കയറാനുള്ള നമ്മളിപ്പം വരുന്ന വഴിക്ക് ഒരു സെൻസസ് എടുത്ത് നോക്കിയപ്പം അവിടെ വന്നിരിക്കുന്ന എല്ലാവരും പറഞ്ഞു ഞാൻ 5 കൊല്ലായി, ഞാൻ 2 കൊല്ലായി, ഞാൻ 3 കൊല്ലായി. കാരണം അത് ഇനി ഒന്നും ആയാലും കയറില്ലപ്പാന്ന് പറഞ്ഞു കൂട്ടരുത്. അടുത്ത കൊല്ലം ആ സമയം ദേവി എങ്ങനെയും ആയിട്ട് പേർക്ക് ആ വിവരം എത്തിക്കും പോലും. നമ്മൾ പറഞ്ഞു തരുമ്പോൾ നമ്മോട് പറഞ്ഞത് അത് അല്ലേ വിനിച്ചേട്ടാ. എങ്ങനെയും കാര്യം ദേവി നമുക്ക് ഈ വിവരം എത്തിച്ചേരുന്നു. ഒരു കാരണവശാലും നമ്മൾ ഇതിനിപ്പോൾ ഒരു ഓർമ്മയില്ലാത്ത സംഭവമാണ്. പന്നി അങ്ങനെ തന്നെയാണ് എത്തിച്ചത്.
ഒരു കാരണവശാലും തമിഴ്നാട്ടിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് കുറെ ഭക്തർ അത് കുറെ കോയമ്പത്തൂരിൽ നിന്ന് ആൾക്കാരെ കണ്ടു. കഴിഞ്ഞ തവണ ജർമ്മനിയിൽ നിന്ന് കുറെ ഭക്തർ വന്നു. ഇത്തവണ മലപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതെ അതുപോലെ തന്നെ പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് ജില്ലയിൽ നിന്ന് വന്ന ഭക്തർ കണ്ണൂരിൽ നിന്നുണ്ട്, കണ്ണൂരിൽ കോഴിക്കോട് ഒരുപാട് ജില്ലകളിൽ നിന്ന് കുറെ ഭാഗം സോഷ്യൽ മീഡിയയിലെ നമ്മളെ മക്കളും കുറെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കും നല്ലൊരു നന്ദി പറയുന്നു. അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ഈ മണിക്കുന്നുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത മുഴുവൻ ആളുകൾ പ്രത്യേകമായി മനസ്സിൽ തട്ടി ഭഗവതിയുടെ പേരിൽ നന്ദി, ഭഗവാന്റെയും പേരിൽ നന്ദി പറയുകയാണ്. അപ്പോ വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മേപ്പാടി റൂട്ട് പുത്തൂർവേൽ പോലീസ് ക്യാമ്പിന് സമീപമായി കോട്ടയിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മനുമഹർഷി തപസ് ചെയ്ത് പ്രതിഷ്ഠിക്കപ്പെട്ട മഹാവിഷ്ണു വർഷത്തിൽ മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ മാത്രം പൂജ നടക്കുന്ന ഏക ക്ഷേത്രം. 18 ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമായ ശ്രീ കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഞാൻ. 30 വർഷമായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. അച്ഛൻ ഒരു 50 വർഷം സേവനമനുഷ്ഠിച്ചു. പാരമ്പര്യ മേൽശാന്തിയാണ്. രാവിലെ ഒരു 7:30 നട തുറക്കും, 11 മണി 11:30 ആകുമ്പോൾ അടയ്ക്കും. മീനമാസത്തിൽ ഉത്തര നക്ഷത്രത്തിലാണ് മല കയറുക. അത്തത്തിനാണ് ഇവിടെ ചുറ്റുവിളക്ക്. പ്രധാനപ്പെട്ട ദിവസങ്ങൾ കുംഭത്തിലെ കാർത്തിക മുല്ലത്തറ ശ്രീ വനദുർഗ പാർവതി ദേവിയുടെ സമീപത്ത് ഭദ്രകാളിക്ക് കുരിശ് നടത്തുന്നുണ്ട്. ഇടവത്തിലെ മകീര നക്ഷത്രത്താണ് നമ്മളെ പ്രതിഷ്ഠാ ദിനം. ഇതാണ് ഏറ്റവും പ്രധാനമായി. ദേവിക്ക് കടുംപായസം, രക്തപുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഇങ്ങനെ പ്രധാന വഴിപാട് ചെയ്യാറുണ്ട്. ഒരുപാട് ഭക്തന്മാർക്ക് ദേവി ഏത് സമയവും അനുഗ്രഹ വർഷം ചെരിയുന്ന ഒരു ദേവിയാണ്. ഭദ്രകാളിയാണ് മെയിൻ പ്രതിഷ്ഠ. ഉപദേവസ്ഥാനത്ത് അയ്യപ്പൻ, ഗണപതി, വേട്ടക്കരുവൻ, ശ്രീരാമൻ, മഹാലക്ഷ്മി, പാർവതി, വനദുർഗ, ഗുളികൻ ഇത്രയും ദേവതകളിവിടെ ഉണ്ട്. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ ഈ 2 മലയുടെ താഴ്വാരങ്ങളിൽ 2 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഒരുപാട് ഭക്തജനങ്ങൾക്കും അതേമാതിരി ഗ്രാമവാസികൾക്കും ഈ മണിക്കുന്ന് മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തീർത്ഥം ഒരുപാട് ജനങ്ങൾ ദിവസവും അവർ ഈ അവിടുന്ന് ഇറങ്ങി ഇവിടെ ചിറയിൽ പൊന്തി അത് ഒരുപാട് ജനങ്ങൾ പൈപ്പിട്ട് കുടിവെള്ളമായി ഉപയോഗിക്കുന്നു. അത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്. നന്ദി, നമസ്കാരം. സി ഭൂമിക ജി ഓൾ ഇന്ത്യ ട്രാവലിംഗ് വ്ളോഗർ. ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനത്തെ ഗ്രാമപ്രദേശത്തുള്ള അവരുടെ ഭക്ഷണ രീതി, അവരുടെ ആചാരം, അവരുടെ കൃഷി, അവരുടെ ആരാധനാ കേന്ദ്രം. Dear friends, I am C Bhumika Ji. Please subscribe, like and share. Send your wonderful comments and join me. Let's explore the beautiful sights of nature together.